ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടരികിലൂടെ അമ്മയാനയും കുട്ടിയാനയും കടന്നുപോകുന്ന ദൃശ്യങ്ങളാണിത്. ടൂറിസം വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും ഓഫീസ് കെട്ടിടങ്ങളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മന്നാക്കുടിയും അടക്കമുള്ള പ്രദേശമാണിത്. ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കണ്ണിമ ചിമ്മാതെ ജാഗ്രതയിലാണ് വനപാലകർ. കുമളി പട്ടണം ഉൾപ്പെടെ തിരക്കേറിയ നിരവധി മേഖലകളും തൊട്ടരികിലുണ്ട്. അതിനാൽ വ്യാപകമായി ട്രെഞ്ചുകൾ നിർമ്മിച്ച് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത്. നല്ല മഴ പെയ്ത സമയത്തൊക്കെ മണ്ണൊക്കെ വീണിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ആനയ്ക്കും മറ്റുള്ള മൃഗങ്ങൾക്കും കടന്നു വരാവുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 കിലോമീറ്റർ നമ്മളിപ്പോൾ മെയിൻ്റനൻസ് ചെയ്തു. ആനയ്ക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പള്ളിക്കുടി മേഖലയിലും നമ്മൾ കഴിഞ്ഞ വർഷം ട്രെഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഭാഗത്ത് നമ്മൾ കൽക്കെട്ട് ഭിത്തി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പാറ പൊട്ടിച്ച് നീക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പള്ളിക്കുടി മന്നാക്കുടി മേഖല പൂർണ്ണമായിട്ടും വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. 30 മീറ്റർ വീതി, 30 മീറ്റർ ആഴം, ഇങ്ങനെ കൃത്യവും ശാസ്ത്രീയവുമായ അളവുകൾ പാലിച്ചാണ് ട്രെഞ്ചുകളുടെ നിർമ്മാണം. വൈദ്യുത വേലികളും മറ്റ് ഫെൻസിംഗ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിലും ചിലവ് കുറവാണ് ട്രെഞ്ചുകൾ സ്ഥാപിക്കുന്നതിന്. മണ്ണടിഞ്ഞ് ആഴം കുറയാതിരിക്കാൻ കൃത്യമായി പരിപാലിക്കാനും ശ്രദ്ധിക്കണം. വ്യാപകമായി ട്രെഞ്ചുകൾ നിർമ്മിച്ചുവെങ്കിലും പൂർണ്ണമായി വന്യജീവി ആക്രമണം തടയാനായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പ് ട്രെഞ്ചുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും ഫലവത്തായി കാണുന്നതായിട്ട് തോന്നുന്നില്ല. ഉടൻ തന്നെ അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുലി, കരടി, കടുവ തുടങ്ങിയ മൃഗങ്ങൾക്ക് ട്രെഞ്ചുകൾ ഫലപ്രദമല്ല. അതിനാൽ വനത്തിനുള്ളിൽ വാച്ചർമാരെ നിയമിച്ചും ക്യാമറകൾ സ്ഥാപിച്ചും നിരീക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. വനവും വന്യമൃഗങ്ങൾക്കുമൊപ്പം വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണവും കൂടി ഉറപ്പാക്കാൻ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണ് പെരിയാർ ടൈഗർ റിസർവ് അധികൃതർ. മാതൃഭൂമി ന്യൂസ്, കുമളി.